എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. EVSന്റെ ഒരു ഡെമോ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഡെമോ ക്ലാസ് എടുക്കാൻ നിങ്ങൾ ക്ലാസ്സിൽ എത്തിയതിനു ശേഷം സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്യുമല്ലോ. അതിനുശേഷം നിങ്ങൾ ഒരു കുട്ടിയെ എഴുന്നേറ്റ് നിർത്തിപ്പിക്കുക. എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുക, മോനെ നീ ഇന്ന് ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? കുട്ടി പറയും, ടീച്ചറെ ഞാൻ ഇന്ന് എൻ്റെ യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത്. ഓ, ഇത് നിന്റെ യൂണിഫോം ആണല്ലേ. അപ്പോൾ നീ വീട്ടിൽ ഏത് ഡ്രസ്സാണ് ഇടുക? ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ധരിക്കുക? അപ്പോൾ കുട്ടി, ടീച്ചറെ ഞാൻ ഇന്ന ഡ്രസ്സൊക്കെയാണ് ഇടുക എന്ന് മറുപടി പറയും. അതിനുശേഷം നിങ്ങളൊരു പെൺകുട്ടിയോട് ചോദിക്കുക, അവൾ ഏത് തരം ഡ്രസ്സാണ് വീട്ടിൽ ഇടാറുള്ളത് എന്ന്. കുട്ടി അതിന് ഉത്തരം പറയും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് മൊത്തത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ആൺകുട്ടികളും പെൺകുട്ടികളും, അതായത് ഗേൾസും ബോയ്സും ഒരേ തരത്തിലുള്ള ഡ്രസ്സാണോ ധരിക്കുന്നത് എന്ന്. അപ്പൊ കുട്ടികൾ പറയും, നോ മാം. പിന്നെ നിങ്ങൾ ചോദിക്കുക, പെൺകുട്ടികളുടെ ഡ്രസ്സ് ആൺകുട്ടികൾ ഇടുവോ? ഇല്ല എന്ന് പറയും അല്ലെ കുട്ടികൾ. കാരണം പെൺകുട്ടികളുടെ ഫ്രോക്കൊന്നും ആൺകുട്ടികൾ ഇട്ട് നമ്മൾ കാണാറില്ല. അതേസമയം ആൺകുട്ടികളുടെ ഡ്രസ്സ് പെൺകുട്ടികൾ ഇടുവോ? അത് ഇടാറുണ്ട് അല്ലെ. ആൺകുട്ടികളുടെ ഡ്രസ്സ് പെൺകുട്ടികൾ ഇടാറുണ്ട്. അതായത് ആൺകുട്ടികളുടെ പാൻറ്റും അതുപോലെ ട്രൗസറും ഒക്കെ ഗേൾസും ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ടീച്ചർമാർ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മുഴുവൻ കുട്ടികളുടെയും ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ ക്ലാസ് മൊത്തത്തിൽ ചോദിക്കുക, ഈ ക്ലാസ്സിൽ ഏതൊക്കെ കുട്ടികളാണ് മുസ്ലിം കുട്ടികളായിട്ടുള്ളത്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ആ കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ഇടുന്നത്? വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ഡ്രസ്സാണ് ഇടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ആ കുട്ടി ആൻസർ പറയും. അതിനുശേഷം ഒന്നോ രണ്ടോ ഹിന്ദു കുട്ടികളോടും ചോദിക്കുക, നിങ്ങൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ഇടുന്നത്? അതിനുശേഷം ഒന്ന് രണ്ട് ക്രിസ്ത്യൻ കുട്ടികളോടും ചോദിക്കുക, നിങ്ങൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ഇടുന്നത് എന്ന്. കുട്ടികളൊക്കെ അവരുടേതായ ആൻസർ പറയും. അപ്പോൾ ചെറിയ കുട്ടികളോട് നമ്മൾ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർക്ക് ആൻസർ പറയാൻ ഭയങ്കര ഒരു ഉത്സാഹമായിരിക്കും. അതിനുശേഷം കുട്ടികളെ, ആ കുട്ടിയുടെ ഡ്രസ്സ്, ഈ കുട്ടിയുടെ ഡ്രസ്സ്, പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സ്, ഇതിനൊക്കെ കൂടിയിട്ട് നമ്മൾ എന്താ പറയുക? എന്തോ ഒരു പേരുണ്ടല്ലോ. ഇത് മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക? ഇനിയിപ്പോൾ അഥവാ കുട്ടികൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവർക്കത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഈ ഡ്രസ്സിനൊക്കെ കൂടി പറയുന്നതാണ് ക്ലോത്ത്സ്. അപ്പൊ കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ക്ലോത്ത്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. നമ്മുടെ രാജ്യം ഏതാണെന്ന് അറിയാലോ അല്ലെ? ഏതാ? ഇന്ത്യ. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരാണല്ലേ. അപ്പൊ നമ്മുടെ രാജ്യത്തെ, അതായത് ഇന്ത്യയിലെ ആളുകൾ പലതരത്തിലുള്ള ഡ്രസ്സുകളാണ് ധരിക്കുന്നത്. പല സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത്. ഓരോ സീസണിലും ഓരോ തരത്തിലുള്ള ഡ്രസ്സുകളാണ് ആളുകൾ ധരിക്കുന്നത്. അപ്പോ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ഇത് അറിയാൻ വേണ്ടിട്ട് എല്ലാവരും റെഡിയാണല്ലോ അല്ലെ? അപ്പൊ കുട്ടികൾ യെസ് ടീച്ചർ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ടീച്ചർമാര് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്തതിനനുസരിച്ച് നല്ല രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടികളോട് പലതരത്തിലുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരാൻ വേണ്ടി പറയുക. എന്നിട്ട് അത് ക്ലാസ്സിൽ ഇട്ട് ഒരു ഫാഷൻ ഷോ മോഡലിലൊക്കെ ചെയ്യിപ്പിക്കുക. പക്ഷെ ഡെമോ ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് ചെയ്യിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മളത് തലേ ദിവസമൊക്കെ കുട്ടികളോട് പറയണമല്ലോ. അപ്പോൾ അത് ഡെമോ ക്ലാസ്സിൽ പറ്റില്ല. പക്ഷെ ഒരു നോർമൽ ക്ലാസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യിക്കാം. അപ്പോൾ ഡെമോ ക്ലാസ്സിലാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ നന്നായി പ്രിപ്പയർ ചെയ്ത ഒരു ക്ലാസ്സും എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ടീച്ചർമാര് ബോർഡൊക്കെ നന്നായി യൂസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ അതിൽ എഴുതി കുട്ടികളുമായിട്ട് നന്നായി ഇന്ററാക്ട് ചെയ്ത് നല്ലൊരു ക്ലാസ് എടുത്തു കൊടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.